നമ്മളിന്ന് പഠിക്കാൻ പോണത് അനാലിസിസ് ഓഫ് കാൽക്കുലേ ആണ്. കഴിഞ്ഞ ദിവസത്തെ ഹോർമോൺസ് നിങ്ങൾ വായിച്ചു നോക്കിയായിരുന്നു? ഒറ്റ ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ചെറിയ ടോപ്പിക് ആണെങ്കിലും ക്ലാസിഫിക്കേഷനൊക്കെ എപ്പോഴും തെറ്റിപ്പോകും. ഇടയ്ക്കിടയ്ക്ക് അത് റിവിഷൻ ചെയ്താലേ പറ്റത്തുള്ളൂ. ഈ പഠിച്ചെല്ലാം കൂട്ടി വെച്ചിട്ട് വീണ്ടും ഒന്നേന്ന് പഠിക്കാനുള്ള പരിപാടിക്ക് നിൽക്കരുത്. റിവിഷൻ ആണ് വേണ്ടത്. അപ്പോൾ ഒന്ന് വായിക്കുക, പിന്നെ ഒരു 1 വീക്ക് കഴിയുമ്പോൾ എടുത്ത് വായിക്കുക, അങ്ങനെ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ട് മാക്സിമം എന്ത് ചെയ്യണം? റിവിഷൻ ചെയ്ത് നോക്കണം. കാൽക്കുലേ ഒറ്റ മാർക്കിനെ ക്വസ്റ്റ്യൻ ഉള്ളൂ. നമുക്ക് റീനൽ ആൻഡ് ബിലിയറി കാൽക്കുലേ എന്നൊരു ക്വസ്റ്റ്യനേ വരുള്ളൂ. ഇപ്പോൾ ഈ കാൽക്കുലയുടെ മറ്റൊരു പേരെന്താണ്? സ്റ്റോൺസ്. കാൽക്കുലയുടെ മറ്റൊരു പേരെന്താണ്? സ്റ്റോൺസ്. ഇതെന്ന് പറയുന്നത് ഒരു സോളിഡ് സബ്സ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ ഒരു സോളിഡ് എന്താ പറയുക ഒബ്ജക്റ്റ് ആണ്. ഫോംഡ് ബൈ ദി പ്രിസിപ്പിറ്റേഷൻ ഓഫ് മിനറൽ സോൾട്ട് ഇൻ ദെയർ ഓർഗൻസ്, ഹോളോ ഓർഗൻസ്. അപ്പം നമ്മുടെ ഏതെങ്കിലും ഒരു സിലിണ്ട്രിക്കൽ ഹോളോ ഓർഗൻസിൽ ഫോം ചെയ്യുന്ന മിനറൽ ഡെപ്പോസിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ആ മിനറൽ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ഒരു ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസിനാണ്, സോളിഡ് സബ്സ്റ്റൻസിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കാൽക്കുലേ അല്ലെങ്കിൽ സ്റ്റോൺ എന്ന് പറയുന്നത്. അപ്പം എന്താ എഴുതാം നമുക്ക്? കാൽക്കുലേ അഥവാ സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ കാൽക്കുലേ സ്റ്റോൺസ് ആർ solid substance formed by precipitation of mineral salts in hollow organs. മെയിൻലി ഏതൊക്കെ ഹോളോ ഓർഗൻസിലാണ് ഇത് കാണുന്നത്? They may occur in എവിടെയൊക്കെ കാണാം? They may occur in urinary tract. യൂറിനറി ട്രാക്റ്റിൽ കാണാം. ബിലിയറി ട്രാക്ട്, biliary tract, salivary gland, etc. യൂറിനറി കാൽക്കുലൈ കോമൺ ആയിട്ട് കാണുന്നത്, യൂറിനറി കാൽക്കുലൈ ആർ കോമൺ ഇൻ എവിടെയായിരിക്കും? കിഡ്നീസ്, യൂറേറ്റേഴ്സ് ആൻഡ് യൂറിനറി ബ്ലാഡർ. ബിലിയറി കാൽക്കുലൈ എവിടെ ആയിരിക്കും കാണുന്നത്? ബിലിയറി കാൽക്കുലൈ അല്ലെങ്കിൽ അതിന്റെ മറ്റു പേരെന്താണ്? ഗോൾ സ്റ്റോൺസ്. ഗോൾ സ്റ്റോൺസ് ആർ ഫോംഡ് ഇൻ gall bladder or bile duct. ഇത് നമ്മൾ ഈ കാൽക്കുലൈ എന്തിനാണ് അനലൈസ് ചെയ്യുന്നത്? നമുക്ക് എന്തെങ്കിലും ഡിസീസ് ഉണ്ടെങ്കിൽ, ഈ പറഞ്ഞ പോലെ ഗോൾ ബ്ലാഡർ, ബൈൽ ഡക്റ്റ്, കിഡ്നി സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ നമുക്ക് ഡിസീസിനെ ഡയഗ്നോസ് ചെയ്യുന്നതിനും നമ്മൾ അഥവാ ട്രീറ്റ്മെൻറ്റിലാണെങ്കിൽ അതിൻ്റെ പ്രോഗ്നോസിസിന് വേണ്ടാണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? കാൽക്കുലേ ഡിറ്റക്ഷൻ അല്ലെങ്കിൽ അനാലിസിസ് ഓഫ് കാൽക്കുലേ ഉപയോഗിക്കുന്നത്. അപ്പോൾ കാൽക്കുലേ അഥവാ സ്റ്റോൺസ് എന്ന് പറയുന്നത് ഇസ് എ സോളിഡ് സബ്സ്റ്റൻസ് ഫോംഡ് ബൈ ദ precipitation ഓഫ് മിനറൽ സോൾട്ട്സ് ഇൻ ഹോളോ ഓർഗൻസ്. അപ്പോൾ എവിടെയൊക്കെയാണ് സാധാരണ കാണുന്നത്? നമ്മൾ മെയിൻലി യൂറിനറി കാൽക്കുലയും ബിലിയറി കാൽക്കുലയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ യൂറിനറി കാൽക്കുലേ എന്ന് പറയുന്നത്, യൂറിനറി സ്റ്റോൺസ് എന്ന് പറയുന്നത് യൂറിനറി ട്രാക്ട്, ബിലിയറി ട്രാക്ട്, സലൈവറി ഗ്ലാൻഡിലാണ് ഈ നമ്മുടെ മൊത്തം കാൽക്കുലേ അഥവാ സ്റ്റോൺസ് കാണുന്നത്. അതിൽ യൂറിനറി കാൽക്കുലേ കോമൺ ആയിട്ട് കാണുന്നത് കിഡ്നി, യൂറേറ്റേഴ്സ് ആൻഡ് യൂറിനറി ബ്ലാഡർ.
ബിലിയറി കാൽക്കുലി അഥവാ മറ്റൊരു പേര് ഗോൾ സ്റ്റോൺസ് ആണ്. അത് കാണുന്നത് എവിടെയാണ്? ഗോൾ ബ്ലാഡർ അല്ലെങ്കിൽ ബൈൽ ഡക്റ്റിലാണ് കാണുന്നത്. എഴുതിയോ? എഴുതിയെങ്കിൽ ഒന്ന് ഓക്കെ ഇടുവോ? മോളിൽ നിന്ന് കുറച്ച് റൈസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്കിനി യൂറിനറി കാൽക്കുലേ ഫോർമേഷൻ. ക്ലാസ്സിൽ കയറാൻ പറ്റുന്നില്ല. എന്ത് സംഭവിക്കും? അത് അതിനകത്ത് ഈ നമ്മൾ അഗ്രിഗേറ്റ് ചെയ്ത് അതിനകത്തുള്ള ഈ പറഞ്ഞ സ്റ്റോൺ ഫോമിങ് സബ്സ്റ്റൻസുകൾ കൂടിച്ചേർന്ന് അത് കാൽക്കുലി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. കുറേ ഫാക്ടേഴ്സ് ഉണ്ട് ഈ സ്റ്റോൺ ഫോർമേഷനെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഒന്ന് ഈ പറഞ്ഞ പോലെ സൂപ്പർ സാച്ചുറേഷൻ, നോർമൽ ഉള്ള സാച്ചുറേഷൻ അല്ലാതെ സൂപ്പർ സാച്ചുറേഷൻ ഓഫ് യൂറിൻ അല്ലെങ്കിൽ ബൈല്. പിന്നെ സം ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്, സിട്രേറ്റ്, മഗ്നീഷ്യം ഒക്കെ. അതുപോലെ തന്നെ pH-ന്റെ ചേഞ്ചസുകൾ, അതുപോലെ യൂറിനോർ ബൈലിന്റെ ഓവർ പ്രൊഡക്ഷൻസ്. മറ്റേ കൊച്ചും കയറിയില്ലല്ലോ ക്ലാസ്സിൽ. ഞാനൊന്ന് നോക്കട്ടെ, ഒരു മെസ്സേജ് ഇട്ട് നോക്കാം. നമുക്ക് അതിൻ്റെ ഫോർമേഷൻ്റെ ഒരു സ്ട്രക്ചർ പറയുകയാണെങ്കിൽ, ഫോർമേഷൻ ഓഫ് കാൽക്കുലി അഥവാ സ്റ്റോൺ, ഏതെങ്കിലും ഒരു സ്റ്റോൺ ഫോർമേഷനാണ്. ഇപ്പോൾ ഗോൾഡ് സ്റ്റോൺ ആണെങ്കിലും യൂറിനറി സ്റ്റോൺ ആണെങ്കിലും ഫോർമേഷൻ ഓഫ് സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ ആദ്യം എന്താ സംഭവിക്കുന്നത്? അത് സൂപ്പർ സാച്ചുറേറ്റഡ് ആവും. അത് യൂറിൻ ഓർ ബൈൽ. സൂപ്പർ സാച്ചുറേഷൻ ഓഫ് യൂറിൻ ഓർ ബൈൽ, ഏതെങ്കിലും ഒരെണ്ണം സൂപ്പർ സാച്ചുറേറ്റഡ് ആവും. ദെൻ അതിനകത്ത് ചില പ്രൊമോട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമുക്ക് പിന്നെ പറയാം. അതിനുശേഷം അത് എന്താ പറയുക, ന്യൂക്ലിയേഷൻ, ദെൻ ക്രിസ്റ്റൽ, ദെൻ അത് ഗ്രോത്ത്, ഒത്തിരി അടിഞ്ഞു കൂടും, ഗ്രോത്ത് ഉണ്ടാകും. ദെൻ അവിടെ നിന്ന് അത് അഗ്രിഗേറ്റ് ചെയ്യും, കുറേ ക്രിസ്റ്റൽ അത് ഗ്രോത്ത് ഉണ്ടായി കുറേ കൂടിച്ചേർന്ന് നെക്സ്റ്റ് ആണ് അത് കാൽക്കുലസ് ആയിട്ട് മാറുന്നത്. കാൽക്കുലസ് പറഞ്ഞാൽ സ്റ്റോൺ എന്താണ്? ചെറിയ ചെറിയ കല്ലുകൾ. അത് ജസ്റ്റ് ആദ്യം ഉണ്ടാകുന്ന ചെറിയ ക്രിസ്റ്റൽ ഫോമിൽ നിന്നാണ് ഈ പറഞ്ഞ ഫോമിലേക്ക് എത്തുന്നത് കാൽക്കുലസ്. അപ്പം അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഏതൊക്കെ ഫാക്ടേഴ്സ് അതിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നു, അതിൻ്റെ ആ എന്താ പറയുക ഫോർമേഷന്? ഒന്ന് സൂപ്പർ സാച്ചുറേഷൻ തന്നെ, ഒന്നാമത്തെ പോയിന്റ് അത് തന്നെയാണ്, ഈ പറഞ്ഞ ഇതിൻ്റെ ഒരു ഫാക്ടർ. രണ്ടെന്ന് പറയുന്നത് എന്താ? pH ചേഞ്ച് ആവുന്നത്, ചേഞ്ച് ഇൻ pH. അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയ പോയിന്റുകളാണ്. അതുപോലെ തന്നെ സ്റ്റാസിസ് ഓഫ് യൂറിൻ എന്ന് വെച്ചാൽ നമ്മൾ യൂറിൻ കെട്ടിക്കിടക്കാന്ന് വെച്ചോ, സ്റ്റാസിസ് ഓഫ് യൂറിൻ ഓർ ബൈൽ. ഒരു സ്ഥലത്ത് ഇപ്പം നമ്മുടെ ഈ മിനറൽ അല്ലെങ്കിൽ മറ്റ് സോൾട്ടുകൾ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ അതിന് മൂവ്മെന്റ് ഒന്നുമില്ല, ഒറ്റ പൊസിഷനിൽ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവിടെ അത് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. സ്റ്റാസിസ് ഓഫ് യൂറിൻ ഓർ ബൈൽ. ദെൻ നെഡസ് ഫോർ ക്രിസ്റ്റൽ ഫോർമേഷൻ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഉള്ള ക്രിസ്റ്റൽ ഫോർമേഷൻ വരാനുള്ള സാധ്യതയുള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻസ്. നെഡസ് ഫോർ ക്രിസ്റ്റൽ ഫോർമേഷൻ. പിന്നെ സം ഇൻഹിബിറ്റേഴ്സ്, ലോ ഇൻഹിബിറ്റേഴ്സ്. ആരൊക്കെയാണത്? ദാറ്റ് ഈസ് സിട്രേറ്റ്, മഗ്നീഷ്യം. അപ്പോൾ ഒരു ഇതും ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ, ഇവിടെ ക്വസ്റ്റ്യനെയർ ഏരിയ വലുതായിട്ടില്ല എങ്കിലും ഫാക്ടേഴ്സ് അറിഞ്ഞിരിക്കണം. ഇവിടെ എങ്ങനെയാണ് സ്റ്റോൺ ഫോർമേഷൻ? ആദ്യം ഒരു യൂറിനറി ബൈലിന് സൂപ്പർ സാച്ചുറേഷൻ സംഭവിച്ച് ദെൻ അതിന് ന്യൂക്ലിയേഷൻ, ദെൻ അത് ക്രിസ്റ്റൽ ഫോമിലാവുന്നു, അതിന് ഗ്രോത്ത് ഉണ്ടാവുന്നു, അത് അഗ്രഗേറ്റ് ചെയ്യുന്നു, ദെൻ കാൽക്കുലസ് ആയിട്ട് മാറുന്നു. എന്തൊക്കെ ഫാക്ടേഴ്സ് സ്റ്റോൺ ഫോർമേഷനെ ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചാൽ, ഒന്ന് അതിന്റെ pH ചേഞ്ച് ചെയ്യാം,
ദെൻ സ്റ്റാസിസ് ഓഫ് യൂറിനർ ബൈൽ, മൂവ്മെന്റ് ഇല്ലാതെ വരിക. ദെൻ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് മൂലം ക്രിസ്റ്റൽസ് ഫോർമേഷൻ വരുന്ന കണ്ടീഷൻസ് ഒക്കെ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ദെൻ ഇൻഹിബിറ്റേഴ്സ് ലൈക്ക് സിട്രേറ്റിനും മഗ്നീഷ്യൻസിന്റെയും ഇൻഹിബിഷൻ കുറയുന്ന ലോ ഇൻഹിബിറ്റേഴ്സ് സബ്സ്റ്റൻസുകളാണിത്. ഇതിന്റെ ആക്ഷൻ മൂലവും നമുക്ക് ഇത് സംഭവിക്കാം, സ്റ്റോണിന്റെ ഫോർമേഷനെ കൂട്ടാം. അപ്പൊ ഇതൊക്കെയാണ് ഈ പറഞ്ഞ പോലെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനിയുള്ളത് നമുക്ക് ഏതൊക്കെ ടൈപ്സ് ഓഫ് യൂറിനറി കാൽക്കുലി ആണുള്ളതെന്ന് പറയാം. ടൈപ്സ് ഓഫ് യൂറിനറി കാൽക്കുലി ഒരു മാർക്കേ ഉള്ളൂ, അപ്പൊ നമുക്ക് അത് ഒറ്റ ക്വസ്റ്റ്യൻ എന്താണെങ്കിലും ഈസി ആയിട്ട് കിട്ടും. എപ്പോഴും ക്ലാസിഫിക്കേഷൻ ബേസ്ഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റോൺ ബേസിസ് ആണ്, കളർ ബേസിസ്, സ്ട്രക്ചർ ബേസിസ് ഒക്കെയാണ് ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളത്. പിന്നെ സ്റ്റേറ്റ്മെന്റ് വൈസ് എങ്ങാണ്ട് എടുത്തിട്ടാലെന്ന് മേടിച്ചിട്ടാണ് ഞാൻ അതിൻ്റെ എല്ലാം പറയുന്നത്. യൂറിനറി കാൽക്കുലേറ്റ് ടൈപ്സ് ഓഫ് യൂറിനറി കാൽക്കുലേ. എത്ര ടൈപ്പ് യൂറിനറി കാൽക്കുലേ വെച്ചാൽ ഒന്ന് കാൽസ്യം ഓക്സലേറ്റ്, കോമൺ കാൽക്കുലേ, കാൽസ്യം ഓക്സലേറ്റ്. Then calcium phosphate, uric acid, then struvite. ഈ സ്ട്രുവൈറ്റ് സ്റ്റോൺസിന്റെ പേര് എപ്പോഴും ചോദിക്കും, അത് പഠിച്ചു വെക്കണം. സ്ട്രുവൈറ്റ് എന്ന് പറയുന്ന സ്റ്റോൺസിന്റെ പേരെന്താണ് ശരിക്കും ആക്ച്വൽ നെയിം? ട്രിപ്പിൾ ഫോസ്ഫേറ്റ്, അത് മറക്കാതെ പഠിക്കണേ. then സിസ്റ്റീൻ, നെക്സ്റ്റ് സാന്തീൻ കാൽക്കുലേ എന്ന് പറഞ്ഞാൽ റയർ ആണ്. അപ്പോൾ ഏതൊക്കെയാണ് കോമൺ ആയിട്ട് കാണുന്ന യൂറിനറി കാൽക്കുലേ? കാൽസ്യം ഓക്സലേറ്റ്, കാൽസ്യം നമ്മുടെ യൂറിനിൽ കാണുന്ന സ്റ്റോണുകൾ സാധാരണ ഏതൊക്കെ കൊണ്ട് വരാം എന്നാണ് പറയുന്നത്. കാൽസ്യം ഓക്സലേറ്റ് കൊണ്ടുവരാം, കാൽസ്യം ഫോസ്ഫേറ്റ് കൊണ്ടുവരാം, യൂറിക് ആസിഡ്, സ്ട്രുവൈറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ട്രിപ്പിൾ ഫോസ്ഫേറ്റ് മറ്റൊരു പേരാണ് സ്ട്രുവൈറ്റ് സ്റ്റോൺസ് എന്ന് പറയുന്നത്. സിസ്റ്റീന്, ദെൻ സാന്തിൻ കാൽക്കുലേ റയർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇനി ഇതിൽ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കളറാണ് വെരി ഇമ്പോർട്ടൻറ്റ്. കാൽസ്യം ഓക്സലേറ്റിന്റെ കളർ എന്ന് പറയുന്നത്, കളർ വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് കണ്ടിട്ടുള്ളത്. ബ്രൗൺ, ഹാർഡ് ആയിരിക്കും, ഇറഗുലർ, സ്പൈക്കി, മുള്ളു പോലെ ഇരിക്കും. നമ്മുടെ മറ്റേ കൊറോണ വൈറസിന്റെ പോലത്തെ ഷേപ്പിലാണ് കാൽസ്യം ഓക്സലേറ്റ് സ്റ്റോൺ കാണുന്നത്, സ്പൈക്കിയാണ്. കാൽസ്യം ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് ലൈറ്റ് കളർ ആയിരിക്കും, ലൈറ്റ് കളേർഡ്, ഹാർഡ്, സ്മൂത്ത് സർഫസ് ആയിരിക്കും. ദെൻ സ്ട്രുവൈറ്റിന്റെ കളർ എന്ന് പറയുന്നത്, യൂറിക് ആസിഡിന്റെ കളർ കൊടുത്തിട്ടില്ല. സ്ട്രുവൈറ്റിൻ്റെത് പെയിൽ കളറാണ്, ലൈറ്റ് ബ്രൗൺ, സൈസ് ലാർജ് ആയിരിക്കും, ഒരു സ്റ്റാക്ക് ഹോൺ അപ്പിയറൻസ് ആണ്, അതും പരീക്ഷയ്ക്ക് ചോദിക്കാം. എന്നുവെച്ചെങ്ങനെ ഇരിക്കും, നമ്മുടെ കുതിര കുളമ്പൊടിയൊക്കെ പോലെ, കുളമ്പൊടിയല്ല, കുതിരയുടെ എന്താ പറയുക കൊമ്പ് പോലെ. എനിക്ക് വലിയ പടം വരയ്ക്കാൻ വലിയ കഴിവില്ല, അത് നിങ്ങൾ ചിരിക്കുകയൊന്നും ചെയ്യരുത്. ഇങ്ങനെ ഇരിക്കും, എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ശിഖരങ്ങൾ പോലെ. കുതിരയുടെ കൊമ്പ് ഇങ്ങനെയാണോ? അല്ല, മാനിൻ്റെ ആണെന്ന് വിചാരിച്ചോ. എന്തോ ഒരു രണ്ട് കൊമ്പ് പോലെ ഇരിക്കും കേട്ടോ. സ്റ്റാക്ക് ഹോൺ അപ്പിയറൻസ് എന്നാണ് അതിന് പറയുന്നത്. സിസ്റ്റീൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് യെല്ലോ കളറാണ്, യെല്ലോ വാക്സി, ദെൻ ഹെക്സഗണൽ ഷേപ്പ് ആയിരിക്കും, ഹെക്സഗണൽ. ഇപ്പം ഞാൻ പറഞ്ഞതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. എന്ന് വെച്ചാൽ ടൈപ്സ് ഓഫ് കാൽക്കുലയിൽ നിങ്ങൾക്ക് ഓൾറെഡി പഠിച്ചിട്ടുള്ളതുകൊണ്ട് അറിയാം. കാൽസ്യം ഓക്സലേറ്റ്, കാൽസ്യം ഫോസ്ഫേറ്റ്. പക്ഷേ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഈ പറഞ്ഞ പോലെ കാൽസ്യം ഒക്കെ ബ്രൗൺ, ഹാർഡ്, റെഗുലർ, സ്പൈക്കി അപ്പിയറൻസ് ഉള്ളത് ഏത് കാൽക്കുലേറ്റാണെന്ന് ചോദിച്ചാൽ ദിസ് കാൽസ്യം ഓക്സലേറ്റ്. പിന്നെ കാൽസ്യം ഫോസ്ഫേറ്റും അതോടെ ഡിഫറൻസ് വെച്ചാൽ അത് കുറച്ചുകൂടെ ലൈറ്റ് കളറാണ്, കുറച്ചുകൂടെ ഹാർഡാണ്. രണ്ടും ഹാർഡ് തന്നെയാണ്, പക്ഷേ സ്മൂത്ത് സർഫസ് ആണ് കാൽസ്യം ഫോസ്ഫേറ്റിന്.
സ്റ്റുവൈറ്റിന്റെ മറ്റൊരു പേര് ട്രിപ്പിൾ ഫോസ്ഫേറ്റ്. അത് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അത് പെയിൽ കളറാണ്, ഒരു ലൈറ്റ് ബ്രൗൺ ആണ്. ഞാൻ ഈ പറയുന്ന സ്റ്റാക്ക് ഹോണിൽ ഫോക്കസ് ചെയ്യുക. സ്റ്റാക്ക് ഹോൺ അപ്പിയറൻസ് കാണുന്ന ലൈറ്റ് ബ്രൗൺ കളേർഡ് ലാർജ് കാൽക്കുലേ ഏതാന്ന് വെച്ചാൽ ദാറ്റ് ഇസ് സ്റ്റുവൈറ്റ്. ഓപ്ഷൻ ഉറപ്പായിട്ടും ട്രിപ്പിൾ ഫോസ്ഫേറ്റ് കാണില്ല, സ്റ്റുവൈറ്റിനെ തരുവുള്ളൂ. പിന്നെ അടുത്തത് സിസ്റ്റീൻ. അത് യെല്ലോ കളറാണ്, വാക്സിയാണ്, ഹെക്സഗണൽ ഷേപ്പാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ കളേഴ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, അതാണ് ഇമ്പോർട്ടൻറ്റ് കേട്ടോ. യൂറിക് ആസിഡിന്റെ കൊടുത്തിട്ടുണ്ട്. യൂറിക് ആസിഡിൻ്റെത് യെല്ലോയിഷ് ബ്രൗൺ ആണ്, യെല്ലോയിഷ് ബ്രൗൺ. സ്മൂത്ത് റോംബോയിഡ്, RHOMBOID, റോംബോയിഡ്. അതുപോലെ സാന്തിനും റയർ ആണെങ്കിലും അത് യെല്ലോയിഷ് കളറാണ് കേട്ടോ, യെല്ലോയിഷ് ഫ്രയബിൾ. അപ്പം നിങ്ങൾക്ക് ഇതാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞതിൽ നിങ്ങൾ ഏറ്റവും റിവിഷൻ ചെയ്യേണ്ട ഭാഗം എന്താണ്, ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ കളർ വെച്ചിട്ടുള്ളത്, കളറ് അതിൻ്റെ ഷേപ്പ് സൈസൊക്കെ. ഇത് എഴുതി കഴിയുമ്പോൾ ഒരു ഓക്കെ ഇടാമോ? ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു കെമിക്കൽ കോമ്പോസിഷൻ അറിഞ്ഞിരിക്കണം. കാരണം ചില സമയത്ത് വേണമെങ്കിൽ വേറെ ഒന്നും ചോദിക്കാതെ അതെടുത്തിട്ടേക്കും. നമുക്ക് കാൽസ്യം ഓക്സലേറ്റിന് ഓൾറെഡി നമ്മളിതിന് മുന്നേ കാൽസ്യം ഓക്സലേറ്റിന് പല ഫോംസ് ഉണ്ട്. കാൽസ്യം ഓക്സലേറ്റ് മോണോഹൈഡ്രേറ്റ് ഉണ്ട്, ഡൈഹൈഡ്രേറ്റ് ഒക്കെ ഉണ്ട്. അത് ഓൾറെഡി നമുക്കറിയാം. അതിൻ്റെ ഇമ്മേച്ചർ ഫോംസുകളൊക്കെ നമ്മൾ യൂറിൻ നോക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഡബിൾ ഷേപ്പിലിരിക്കുന്നത്. മെച്ചൂർഡ് ഫോം വരുന്നതിന് മുന്നേ ആ ഒരു എന്താ പറയുക, എൻവലപ്പ് ഷേപ്പ് വരുന്നതിന് മുന്നേ കാണുന്ന ഫോം ഉണ്ടല്ലോ, അപ്പോൾ അതിന് നമ്മൾ കാൽസ്യം ഓക്സലേറ്റ് മോണോഹൈഡ്രേറ്റ് ഫോംസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും. എങ്കിലും ബാക്കിയുള്ളതിന് ഒന്ന് രണ്ടെണ്ണത്തിനെ കൂടെ പഠിച്ചു വെച്ചേക്കുക. കെമിക്കൽ കോമ്പോസിഷൻ, കെമിക്കൽ കോമ്പോസിഷനിൽ കാൽസ്യം ഓക്സലേറ്റ് നിങ്ങൾക്ക് അറിയാം, എന്നാലും ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. കാൽസ്യം ഓക്സലേറ്റ്, ദറ്റ് ഈസ് കാൽസ്യം ഓക്സലേറ്റ്, മോണോഹൈഡ്രേറ്റ് or dihydrate. ഓക്കെ, നെക്സ്റ്റ് ഏതാണ്? കാൽസ്യം ഫോസ്ഫേറ്റ്. ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്, അതാണ് ഞാൻ ഇത് നോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ. കാൽസ്യം ഫോസ്ഫേറ്റിൻ്റെ കെമിക്കൽ കമ്പോസിഷൻ എന്ന് പറയുന്നത് ഹൈഡ്രോക്സി എപ്പറ്റൈറ്റ്, അല്ലെങ്കിൽ അതിന് മറ്റൊരു പേര് പറയുന്നത് ബ്രൂഷൈറ്റ്, BRUSHIT, ബ്രൂഷൈറ്റ്. യൂറിക് ആസിഡിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ നെയിം അത് തന്നെയാണ്. സ്റ്റുവൈറ്റിന് പേരുണ്ട്. നമ്മൾ ട്രിപ്പിൾ ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കെമിക്കൽ നെയിം എന്ന് പറയുന്നത് സ്റ്റുവൈറ്റിൻ്റേത് മഗ്നീഷ്യം അമോണിയം ഫോസ്ഫേറ്റ്, അമോണിയം ഫോസ്ഫേറ്റ്. പിന്നെ സിസ്റ്റീൻ തന്നെയാണ്, സാന്തിൻ തന്നെയാണ്. അപ്പോൾ ഇത് മൂന്നെണ്ണം ഒന്ന് നോട്ട് ചെയ്യണം. ഏതൊക്കെയാണ്? കാൽസ്യം ഓക്സലേറ്റ് അഥവാ കാൽസ്യം ഓക്സലേറ്റ് മോണോഹൈഡ്രേറ്റ് ഓർ ഡൈഹൈഡ്രേറ്റ്, കാൽസ്യം ഫോസ്ഫേറ്റ് ഹൈഡ്രോക്സി എപ്പറ്റൈറ്റ് ഓർ ബ്രൂഷൈറ്റ്, സ്റ്റുവൈറ്റിൻ്റെ മഗ്നീഷ്യം അമോണിയം ഫോസ്ഫേറ്റ്. ഇത് വേണമെങ്കിൽ കെമിക്കൽ നെയിം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തന്നിട്ട് ഇപ്പം മഗ്നീഷ്യം അമോണിയം ഫോസ്ഫേറ്റ് ഏതാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ ബ്രൂഷൈറ്റ് ഏത് ടൈപ്പ് ഓഫ് കാൽക്കുലേ, അത് അല്ലെങ്കിൽ ഒറിജിനൽ നെയിം ഓഫ് അല്ലെങ്കിൽ കെമിക്കൽ നെയിം ഓഫ് ബ്രൂഷൈറ്റ് എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ചോദിക്കാം. ഏത് കാൽക്കുലസ് ആണ് ബ്രൂഷൈറ്റ് എന്ന് പറഞ്ഞ് ചോദിക്കാം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ പറഞ്ഞ പോലെ ഏതെങ്കിലും ഈ പറഞ്ഞ പോലെ കാൽസ്യം ഫോസ്ഫേറ്റിൻ്റെ ഫീച്ചേഴ്സ് തന്നിട്ട് താഴെ കാൽസ്യം ഓക്സലേറ്റ് തരണമെന്നില്ല, ബ്രൂഷൈറ്റ് എന്ന് വേണമെങ്കിൽ പേര് തരാം, ഹൈഡ്രോക്സി അപ്പറ്റേറ്റ് എന്ന് വേണമെങ്കിൽ പേര് തരാം. അങ്ങനെയൊക്കെ നമ്മൾ കൺഫ്യൂസ് ചെയ്യിക്കുക, അല്ലെ അതർ നെയിംസ് ഓഫ് ബ്രൂഷൈറ്റ് എന്ന് ചോദിക്കാം. അപ്പോൾ അതെന്താണെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പം നമ്മൾ ഒരു കാൽക്കുലസ്, ഇപ്പം നമ്മൾ നോർമലി നമ്മൾ ഹോസ്പിറ്റലിൽ വരുന്ന ഒരാൾക്ക് നിങ്ങൾ എന്താ ചെയ്യുന്നത്?
അയാളുടെ നമുക്ക് കാൽക്കുലേറ്റ് അനാലിസിസ് ആണ് വേണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ടെസ്റ്റ് ചെയ്യണം? ഫസ്റ്റ് എന്താ നമ്മൾ ചെയ്യുക? ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യും അല്ലേ? ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യുന്നു. ദെൻ നോർമൽ എക്സാമിനേഷൻ്റെ ഓർഡർ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യം എന്താ നമ്മൾ ലാബിൽ ചെയ്യുന്ന പോലെ തന്നെ ഫിസിക്കൽ എക്സാമിനേഷൻ. പിന്നെ അതിനുശേഷം വരുന്നത് ഗ്രോസ് എക്സാമിനേഷൻ, ഹാർഡ്നെസ് ടെസ്റ്റ് എന്നൊരു സംഭവമുണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത, ഹാർഡ്നെസ് ടെസ്റ്റ്. കാൽക്കുലസിൻ്റെ കട്ടി നോക്കുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഹാർഡ്നെസ് ടെസ്റ്റ്. അടുത്തത് കെമിക്കൽ അനാലിസിസ് ആണ്. നമ്മുടെ സ്റ്റോൺ എടുത്തുകൊണ്ടുപോയി നമ്മൾ അതിനെ കട്ടി നോക്കും, തന്നെ എന്ത് ചെയ്യും? കെമിക്കൽ എക്സാമിനേഷൻ ചെയ്യും. നെക്സ്റ്റ് മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ചെയ്യും. മൈക്രോസ്കോപ്പിക് അനാലിസിസ് ഉണ്ട്. നെക്സ്റ്റ് മോഡേൺ ഏതെങ്കിലും അനലിറ്റിക്കൽ ടെക്നിക്ക് ഉണ്ടെങ്കിൽ മോഡേൺ ആയിട്ടുള്ള ടെക്നിക്ക് ഏതെങ്കിലും യൂസ് ചെയ്യും. ദെൻ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു, ദെൻ അത് റിപ്പോർട്ട് ചെയ്യുന്നു. ഇത്രയാണ് നടക്കുന്നത്, ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് റിപ്പോർട്ടിങ്. ഇൻ്റർപ്രിട്ടേഷൻ ഇതാണൊരു പ്രൊസീജിയർ, നോർമൽ പ്രൊസീജിയർ, ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് റിപ്പോർട്ടിങ്. ഇതിനകത്ത് പരീക്ഷയ്ക്ക് ചോദിക്കേണ്ട സംഭവങ്ങളൊന്നുമില്ല, കാരണം ഇതെല്ലാം ഓൾറെഡി അറിയാം. ഫിസിക്കൽ എക്സാമിനേഷൻ, ഹാർഡ്നെസ് ടെസ്റ്റ്, കെമിക്കൽ, മൈക്രോസ്കോപ്പിക്കൽ, മോഡേൺ എന്തെങ്കിലും ടെക്നിക്ക് ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ടിങ്. ഇതാണ് ഒരു നോർമലി നടക്കുന്ന ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഫിസിക്കൽ എക്സാമിനേഷനിൽ നമുക്ക് എന്തൊക്കെയായിരിക്കും നമ്മൾ ചെയ്യാൻ നോക്കുന്നത്? ഒന്ന് നമ്പർ നോക്കും. ഇപ്പം സിംഗിൾ കാൽക്കുലസ് ആണോ അതോ മൾട്ടിപ്പിൾ കാൽക്കുലസ് ആണോ നോക്കും. ഫിസിക്കലിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. സെക്കൻഡ്, അതിനകത്ത് അതിൻ്റെ സൈസ് നോക്കും, പിന്നെ ഷേപ്പ് നോക്കും, കളർ നോക്കും. നമ്മൾ നേരത്തെ പഠിച്ച ഏതെങ്കിലും കളർ ഉണ്ടോ എന്ന് നോക്കും. ദെൻ അതിൻ്റെ സർഫസ് സ്മൂത്ത് ആണോ ഹാർഡ് ആണോ സർഫസ് നോക്കും. ദെൻ അതിൻ്റെ കൺസിസ്റ്റൻസി, ഹാർഡ്, സോഫ്റ്റ്, ഫ്രയബിൾ, എങ്ങനെയാണ് അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കും. ദെൻ അതിൻ്റെ വെയിറ്റ് നോക്കുന്ന, ബാലൻസ് എന്തെങ്കിലും അവൈലബിൾ ആണെങ്കിൽ അതിൻ്റെ വെയിറ്റ് കൂടെ നോക്കാം. അപ്പോൾ നമ്മൾ നോർമൽ ഒരു ഫിസിക്കൽ എക്സാമിനേഷനിൽ ഒരു സ്റ്റോൺ എടുത്തുകൊണ്ട് സർജിക്കലി റിമൂവ് ചെയ്തോ അല്ലാതെ നമുക്ക് കിട്ടിക്കൊണ്ടുവരികയാണെങ്കിൽ അതിൻ്റെ നമ്പർ എത്ര എണ്ണം ഉണ്ട്, അതിൻ്റെ സൈസ് എങ്ങനെയാണ്, ഷേപ്പ് എങ്ങനെയാണ്, കളർ എങ്ങനെയാണ്, സർഫസ് എങ്ങനെയാണ്, കൺസിസ്റ്റൻസി, വെയിറ്റ്, ഇത്രയും കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പം നിങ്ങൾ അറിയേണ്ട ഇതൊരു കാര്യം, ഇതിൻ്റെ ഹാർഡ്നെസ് എടുക്കുന്ന സ്കെയിലിന്, ഹാർഡ്നെസ് അറിയുന്ന സ്കെയിലിനെ നമ്മൾ ഹാർഡ്നെസ് അവിടെ അതെ ഹാർഡ്നെസ് നോക്കുന്ന സ്കെയിൽ നമ്മൾ പറയുന്നത് മോർ സ്കെയിൽ എന്നാണ്. MOHS, മോർ സ്കെയിൽ വെച്ചിട്ടാണ് നമ്മൾ ഹാർഡ്നെസ് അളക്കുന്നത്. മോർ സ്കെയിൽ, MOHS. മോർ സ്കെയിൽ വെച്ചിട്ടാണ് നമ്മൾ ഹാർഡ്നെസ് അളക്കുന്നത്. ഇനി നമ്മൾ ഹാർഡ്നെസ് ഓരോന്നിൻ്റെയും ഹാർഡ്നെസ് മോർ സ്കെയിൽ നോക്കുമ്പോൾ എത്രയായിരിക്കും എന്നാണ് നോക്കുന്നത്. ഇപ്പോൾ യൂറിക് ആസിഡിൻ്റെ ഹാർഡ്നെസ് ഓരോന്നിൻ്റെ എത്രയാണ്? HARDNS ഹാർഡ്നെസ് ആണ്. മോർ സ്കെയിൽ വെച്ച് നോക്കുമ്പം ഇപ്പോൾ യൂറിക് ആസിഡ് ആണെങ്കിൽ 1 to 2 ആണ്. ദെൻ നമ്മുടെ സ്ട്രൂവൈറ്റ്, ട്രിപ്പിൾ ഫോസ്ഫേറ്റ് ആണെങ്കിൽ 2 to 3 ആണ്. പഠിക്കാൻ എളുപ്പമുള്ള ഓർഡറിൽ തന്നെ എഴുതിയേക്കാം. കാൽസ്യം ഫോസ്ഫേറ്റ് ആണെങ്കിൽ 3 to 4 ആണ്. ദെൻ കാൽസ്യം ഓക്സലേറ്റ് ആണെങ്കിൽ കാൽസ്യം ഓക്സലേറ്റ് ആണെങ്കിൽ 5 to 6. ദെൻ സിസ്റ്റീൻ ആണെങ്കിൽ 2 to 2.5. ജാന്തീൻ ആണെങ്കിൽ ഇത് കാണാതെ പഠിച്ചേ പറ്റുള്ളൂ. ഇൻ കേസ് ചോദിക്കാതിരിക്കാൻ സാധ്യതയൊന്നും കുറവൊന്നുമില്ല. വേണമെങ്കിൽ ചോദിക്കാം. എപ്പോഴും വന്നൊരു പാറ്റേൺ എന്നാണ് വർഷങ്ങളായിട്ട് ബിലിയറി ഓർ മറ്റേ യൂറിനറി കാൽക്കുലേറ്റ് ഒരു എപ്പോഴും ഈ കളർ അല്ലെങ്കിൽ അതർ നെയിംസ് ഒക്കെയാണ് ചോദിക്കാറ്. അപ്പം വേണമെങ്കിൽ മേ ബി പാറ്റേൺ മാറ്റി ചോദിക്കാം. ഈ ഹാർഡ്നെസ് അളക്കുന്ന സ്കെയിൽ, മോർ സ്കെയിൽ, ഓരോന്നിൻ്റെയും ഹാർഡ്നെസ് എത്രയാണ്? യൂറിക് ആസിഡ് 1 to 2, സ്ട്രൂവൈറ്റ് 2 to 3, കാൽസ്യം ഫോസ്ഫേറ്റ് 3 to 4, കാൽസ്യം ഓക്സലേറ്റ് 5 to 6, സിസ്റ്റീൻ 2 to 2.5, സാൻഡീൻ 1 to 2. ഓക്കെ. ഇനി ഹാർഡ്നെസ് കട്ടിയേറുന്തോറും എന്താ സംഭവിക്കുന്നത്? ഹയർ ദ ഹാർഡ്നെസ് മോർ റെസിസ്റ്റൻസ് സ്റ്റോണിന്റെ റെസിസ്റ്റൻസ് കൂടും. ഹയർ ഹാർഡ്നെസ് കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മോർ ഹാർഡ്നെസ്, 2S ആണ്, മോർ റെസിസ്റ്റൻസ്. ഓക്കെ.
നമ്മൾ എന്തൊക്കെയാണ് ഇത് നിങ്ങൾ എഴുതി കഴിഞ്ഞോ? കെമിക്കൽ അനാലിസിസ് നോക്കുന്നതെന്ന് പറയുന്നത് ഫിസിക്കൽ പറഞ്ഞു, നമ്മുടെ കെമിക്കൽ എക്സാമിനേഷൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഹാർഡ്നെസ് കഴിഞ്ഞു, കെമിക്കൽ അനാലിസിസ്. കെമിക്കൽ അനാലിസിസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ കാൽസ്യം എക്സാമിനേഷൻ ചെയ്യാം. നമുക്ക് കാൽസ്യം ഡിറ്റക്ഷൻ, കാൽസ്യം കെമിക്കലി നമ്മൾ കാൽസ്യം ഡിറ്റക്ഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ഗീവ്സ് ബ്രിക്ക് റെഡ് പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും. ബ്രിക്ക് റെഡ് പ്രസിപ്പിറ്റേറ്റ് ആണ് ഏതുമായിട്ട് കിട്ടുന്നത്? കാൽസ്യം ഓക്സിലേറ്റ് അമോണിയം ഓക്സിലേറ്റുമായിട്ട് ചേരുമ്പോൾ. ഇത് കാൽസ്യം ഇപ്പം നമ്മുടെ കാൽസ്യം ഫോസ്ഫേറ്റ് ഓർ കാൽസ്യം ഓക്സിലേറ്റ് യൂറിനറി സ്റ്റോൺസിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ അമോണിയം ഓക്സിലേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ബ്രിക്ക് റെഡ് കാൽസ്യത്തിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ബ്രിക്ക് റെഡ് പ്രസിപ്പിറ്റേറ്റ് വിത്ത് അമോണിയം ഓക്സലേറ്റ്. കാൽസ്യം ഫോസ്ഫേറ്റോ കാൽസ്യം ഓക്സിലേറ്റോ ഏതായിക്കോട്ടെ, അപ്പോൾ അത് അമോണിയം ഓക്സിലേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരു ബ്രിക്ക് റെഡ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. നമ്മൾ ഫോസ്ഫേറ്റിന്റെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് ഫോസ്ഫേറ്റിന്റെ പ്രസൻസ് അറിയാൻ നമ്മൾ ചെയ്ത ടെസ്റ്റിന്റെ പേരാണ് മോളിബ്ഡേറ്റ് ടെസ്റ്റ്. പേര് പഠിച്ചു വെച്ചോണേ, മോളിബ്ഡേറ്റ് ടെസ്റ്റ്. ഒരു യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണ് തരുന്നത്, യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും മോളിബ്ഡേറ്റ് ടെസ്റ്റ് ചെയ്യുമ്പോൾ. ഈ മഗ്നീഷ്യത്തിന്റെ പ്രസൻസ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ മഗ്നീഷ്യം പ്രസൻസ് ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ് കിട്ടുന്നത്, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്. യൂറിക് ആസിഡിന്റെ ടെസ്റ്റിന്റെ പേരാണ് മ്യൂറൈഡ് ടെസ്റ്റ്. MUREX ആണ് മ്യൂറെക്സൈഡ് ടെസ്റ്റ്. പർപ്പിൾ കളറാണ്. അടുത്തത് സിസ്റ്റീൻ. ടെസ്റ്റിനെ കണ്ടുപിടിക്കുന്ന ടെസ്റ്റിന്റെ പേര് സോഡിയം നൈട്രോക്ലോസൈഡ്. വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഇത് കേട്ടോ. ഈ പറഞ്ഞ കെമിക്കൽ അനാലിസിസ് സോഡിയം നൈട്രോക്ലോസൈഡ് ടെസ്റ്റ്. പർപ്പിൾ കളറാണ് ഫോം ചെയ്യുന്നത്, പർപ്പിൾ കളർ. ഇനി നമുക്ക് ഈ മെത്തേഡൊന്നും അല്ലാതെ ഇത് ക്വാളിറ്റേറ്റീവ് ടെസ്റ്റുകളാണ് ഇതെല്ലാം. ഏത് കെമിക്കൽ അനാലിസിസിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഓരോ സ്റ്റോണിൻ്റെ അകത്ത് ഇപ്പോൾ എല്ലാം കെമിക്കൽ നെയിം ഓൾറെഡി ഞാൻ പറഞ്ഞു. ഇപ്പോൾ കാൽസ്യം എന്താ പറയുക, കാൽസ്യം അമോണിയം ഫോസ്ഫേറ്റ്, കാൽസ്യം ഫോസ്ഫേറ്റ്, കാൽസ്യം മോണോഹൈഡ്രേറ്റ്, ഇങ്ങനെയൊക്കെ നമ്മൾ പല കെമിക്കൽ കോമ്പൗണ്ടുകൾ പറഞ്ഞു. അപ്പോൾ അതിനകത്തൊക്കെ ആ കോമ്പൗണ്ടിൻ്റെ പ്രസൻസ് ഉണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യാൻ നമുക്ക് ഈ പറഞ്ഞ ടെസ്റ്റുകൾ യൂസ് ചെയ്യാം. ഒന്ന് അമോണിയം ഓക്സിലേറ്റുമായിട്ട് ചേരുമ്പോൾ ബ്രിക്ക് റെഡ് പ്രസിപ്പിറ്റേറ്റ്, ഫോസ്ഫേറ്റ് ടെസ്റ്റിന് പേര് മോളിബ്ഡേറ്റ് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് കിട്ടും, മഗ്നീഷ്യത്തിൻ്റെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും, യൂറിക് ആസിഡിൻ്റെ മ്യൂറക്സൈഡ് ടെസ്റ്റ്, അങ്ങനെ സിസ്റ്റീൻ്റെ സോഡിയം നൈട്രോക്ലോസൈഡ് ടെസ്റ്റുകൾ, അങ്ങനെ എല്ലാത്തിൻ്റെ ടെസ്റ്റിൻ്റെ പേരൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഏത് കളറാണ് കിട്ടുന്നതെന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതെന്താണ്, നമ്മളിങ്ങനെ കളർ ഡിറ്റക്ഷൻ നമ്മൾ പണ്ട് MLTയുടെ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. നമ്മൾ കളറിമെട്രിക് എക്സാമിന്, കളറിമെട്രിക് അല്ല എന്താ പറയുന്നത്, നിങ്ങളൊക്കെ ലാബിൽ ചെയ്തിട്ടുണ്ടല്ലോ, അതിന് ഒറ്റവാക്കി പറയുന്ന പേരെന്താ? ക്വാളിറ്റേറ്റീവ് ടെസ്റ്റിന് വേറെ പേരെന്താ നിങ്ങൾ പറയുന്നത്? നമ്മൾ ബെനഡിക്സ് ബാർകോഡ് അതൊക്കെ ഫില്ലിങ്സ് ഒക്കെ ചെയ്യുന്നതിന് എന്ത് റിയാക്ഷൻ എന്ന് പറയുന്നത്, എന്ത് ടെസ്റ്റ് എന്ന് പറയുന്നത്, ഞാൻ ഓർക്കുന്നുണ്ടോ? ഇതെല്ലാം നമ്മുടെ ക്വാളിറ്റേറ്റീവ് ടെസ്റ്റാണ്. അതിന് വേറൊരു പേര് നമ്മൾ പറയട്ടോ, ഞാനത് മറന്നുപോയി. ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ആണ് ഇതെല്ലാം കെമിക്കൽ അനാലിസിസിൽ കളർ റിയാക്ഷൻസ് നോക്കുന്ന ടെസ്റ്റാണ്. പിന്നെ ഇതിൽ നമുക്ക് അടുത്ത് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡിൽ നമുക്ക് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം മീൻ ചെയ്യാം. QUAN ക്വാണ്ടിറ്റേറ്റീവിൽ ചെയ്യുന്നത്
ഗ്രേവിമെട്രി മെത്തേഡ് ചെയ്യാം. സ്റ്റോണിൻ്റെ വെയിറ്റ് ഒക്കെ നോക്കിയിട്ട് ഗ്രേവിമെട്രി GRAVIMETRIC ആണ് ഗ്രേവിമെട്രിക് മെത്തേഡ്സ്. അല്ലെങ്കിൽ ടൈട്രിമെട്രിക് 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 ഈ മെത്തേഡൊക്കെ നമുക്ക് ചെയ്യാം. ഗ്രേവിമെട്രി അല്ലെങ്കിൽ ടൈട്രിമെട്രിക് മെത്തേഡ്സ്. ഇത് എഴുതി കഴിഞ്ഞോ? ഇപ്പൊ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇതുവരെ പറഞ്ഞതിൽ ഓക്കെ ആണോ? നമുക്ക് മൈക്രോസ്കോപ്പി പറഞ്ഞാലോ? ഞാൻ യൂറിനറി കാൽക്കുലയുടെ കാര്യമാണ് ഇപ്പൊ പറയുന്നത്. ഓക്കെ ആണോ? ഒന്നും മിണ്ടുന്നില്ലല്ലോ. എഴുതിയോ കെമിക്കൽ അനാലിസിസ്? ഓക്കെ കിട്ടോ? ഇനി ഇന്ന് ഈ യൂറിനറി കാൽക്കുലേ മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. അപ്പോൾ അത് നാളെ ഇന്ന് തന്നെ അത് വായിച്ച് നോക്കുക. നാളെ അത് വീണ്ടും റിപ്പീറ്റ് വായിച്ചിട്ട് വേണം നിങ്ങൾ ബിലിയറി കാൽക്കുലേ പഠിക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പടം വരയ്ക്കണം നമുക്ക്. എന്നാലും നമ്മൾ കുറച്ചുകൂടെ അത് എന്താ പറയുക, ഞാൻ വരയ്ക്കുന്ന അത്ര പോരെങ്കിൽ നിങ്ങൾ ആ PDF നോക്കിയിട്ട് അതിൻ്റെ പടത്തിന് ഷേപ്പ് ഒക്കെ അത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇപ്പോഴത്തെ PSCയുടെ ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ പിക്ചറൈസേഷൻ ഉണ്ട് കേട്ടോ. ഇനി ഒരു നിങ്ങൾ DHS എഴുതുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? ഓൺലൈൻ എക്സാമിനേഷൻ ആയിരിക്കും. അപ്പോൾ അതിനകത്ത് കമ്പ്യൂട്ടറൈസ്ഡ് എക്സാമിനേഷൻ അതൊക്കെ പിക്ചറൈസേഷൻ മീൻസ് പിക്ചർ കൂടുതൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ പിക്ചറും കൂടെ വെച്ച് വേണം പഠിച്ചു പോകാനായിട്ട്. മൈക്രോസ്കോപ്പിൽ നമുക്ക് നമ്മൾ ഷേപ്പ് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് അതിന്റെ ഫീച്ചേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് പഠിച്ചാലേ നമുക്ക് ഷേപ്പ് വെച്ചാൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഒന്ന് കാൽസ്യം ഓക്സലേറ്റ് ഡൈഹൈഡ്രേറ്റ് സ്റ്റോൺ ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുള്ളൂ? ഇത് ഞാൻ വരയ്ക്കാൻ കുറെ കഷ്ടപ്പെടും, നിങ്ങൾക്ക് കുഴപ്പമില്ലായിരിക്കും. ഇടയ്ക്കൊരു സംഭവങ്ങളുണ്ട്, ഇങ്ങനെ ഇരിക്കും. എന്തോ ഒരു സംഭവമുണ്ട് ഇവിടെ, എന്തൊരു സംഭവമുണ്ട്. കാൽസ്യം ഓക്സലേറ്റ്, ഇത് തന്നെ ഡൈഹൈഡ്രേറ്റ്. കാൽസ്യം ഓക്സലേറ്റ് മോണോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയിരിക്കും. കാൽസ്യം ഓക്സലേറ്റ് മോണോഹൈഡ്രേറ്റ്. അത് നിങ്ങൾ മൈക്രോസ്കോപ്പിയുടെ കണ്ടിട്ടുള്ള സംഭവമാണ്. ഇങ്ങനെ വന്നിട്ട് പിന്നെ വലിയ ഡംബിൾ ഷേപ്പ്, പിന്നെ കുറച്ചുകൂടെ നീളത്തിൽ പോയിട്ട് പല പല ഷേപ്പിലിരിക്കും. കാൽസ്യം ഓക്സലേറ്റ് മോണോഹൈഡ്രേറ്റ്. യൂറിക് ആസിഡ് ആണെങ്കിൽ ഇങ്ങനെയല്ല കേട്ടോ. നിങ്ങൾ എന്നാലും ആ പിക്ചർ ഒന്ന് എടുത്ത് നോക്കണേ. അത് കുറച്ചുകൂടെ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. എങ്ങനെ വരയ്ക്കുന്ന ദൈവമേ. ഇങ്ങനെ പിന്നെ ഇത് നേരെ ഇങ്ങനെ ഇരിക്കാം, ഡയമണ്ട് പോലെ. ഇടയ്ക്ക് വരെയുണ്ട്. യൂറിക് ആസിഡ് സ്ട്രൂവൈറ്റ് ട്രിപ്പിൾ ഫോസ്ഫേറ്റ്. അത് പിന്നെ വലിയ കുഴപ്പമില്ല. ചതുരപ്പെട്ട ട്രിപ്പിൾ ഫോസ്ഫേറ്റ്. അങ്ങനെ ഇരുന്നിട്ട് അങ്ങനെ ചിലത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ. സിസ്റ്റീനും കുറച്ച് എളുപ്പമാണ്. സിസ്റ്റീൻ സമാണ് സിസ്റ്റീൻ. ഇത് രണ്ടും വ്യത്യാസമുണ്ട്. ഇത് ഇച്ചിരി സ്ക്വയർ ഫോമിലാണ്. ഇത് ഇച്ചിരി എന്താ പറയുക, ഇത് നീളമുണ്ട്, ഇതിന് വീതിയാണ്. കാൽസ്യം ഫോസ്ഫേറ്റ്. എൻ്റെ ഈ പൊട്ടപ്പടം നോക്കി വരയ്ക്കല്, മൊബൈലിൽ ആ PDF ഉണ്ടല്ലോ, അതിൽ പിക്ചർ നോക്കിയാണ് വരയ്ക്കുക. കാൽസ്യം ഫോസ്ഫേറ്റ് നമ്മുടെ ഫ്ലവർ പോലെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും. ഇതാണ് കാൽസ്യം ഫോസ്ഫേറ്റ്. അത് മാത്രം കറക്റ്റ്.
ഈ മോഡേൺ ടെക്നിക്കിൽ നമ്മൾ എന്തൊക്കെയാണ് ഇത് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്ന് വെച്ചാൽ അത് പറയണോ? വേണ്ട, കാരണം അതിന്റെ പേരുകൾ ഇച്ചിരി നല്ല വൃത്തിക്ക് പഠിക്കണം. അതും ബിലിയറിയും കൂടെ നാളെ പറയാം. അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞതെല്ലാം കൂടെ ഒന്ന് ഓടിച്ചെന്ന് പറയാം. നമ്മൾ എന്താ പറഞ്ഞേ ആദ്യം? സ്റ്റോൺ ഫോർമേഷൻ എങ്ങനെ നടക്കുന്നതെന്ന് പറഞ്ഞു. എന്താണ് സ്റ്റോൺസ്? അതിങ്ങനെ നമ്മുടെ ഏതെങ്കിലും ഹോളോ ഓർഗൻസിൽ ഈ പറഞ്ഞ പോലെ മിനറൽസ് വന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് അവിടെ ഉണ്ടാവുന്ന അത് എന്താ പറയുക, അതിന്റെ അത് സൂപ്പർ സാച്ചുറേഷൻ ഓഫ് ബൈൽ ഓർ യൂറിൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അത് മൂവ്മെന്റ് ഇല്ലാതെ യൂറിൻ ഓർ ബൈൽ വന്ന് അടിഞ്ഞുകൂടി അതിൽ നിന്നുണ്ടാവുന്ന ക്രിസ്റ്റൽസ് അത് അഗ്രിഗേറ്റ് ചെയ്ത് വളർന്ന് എന്തായിട്ട് മാറും? കല്ല്, സ്റ്റോൺ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് യൂറിനറി ട്രാക്റ്റിലാണെങ്കിൽ നമ്മുടെ കിഡ്നി, യൂറേറ്റർ, യൂറിനറി ബ്ലാഡറിലൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് ഇത് അടിഞ്ഞു കൂടുന്നത്. ദെൻ ബിലിയറി ആണെങ്കിൽ അല്ലെങ്കിൽ ഗോൾഡ് സ്റ്റോൺസ് ആണെങ്കിൽ മെയിനായിട്ട് ഗോൾഡ് ബ്ലാഡറിലോ ബൈൽ ഡക്റ്റിലോ ആയിരിക്കും ഈ സ്റ്റോണുകൾ ഫോം ചെയ്യുന്നത്. നമ്മൾ എന്തിനാണ് ഇത് കണ്ടുപിടിക്കുന്നത്? നേരത്തെ തന്നെ ഡിസീസ് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിന്റെ ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യാനും അതിനെ പ്രിവെന്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഇതിന്റെ എന്താണ് ഇതിന്റെ ഫീച്ചേഴ്സ്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഫീച്ചേഴ്സ്. സൂപ്പർ സാച്ചുറേഷൻ ഓഫ് യൂറിൻ ഓർ ബൈൽ, ഇൻഹിബിറ്റേഴ്സ് ആയിട്ടുള്ള സിട്രസ്, സിട്രേറ്റ്, മാഗ്നീഷ്യം, pH-ന്റെ ചേഞ്ചസ്, പിന്നെ ഇതിന്റെ മൂവ്മെന്റ് ഇല്ലാണ്ടിരിക്കുക, സ്റ്റാസിസ് ഓഫ് യൂറിൻ ഓർ ബൈൽ. നമ്മളതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, എങ്ങനെയാണ് അത് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഇതിന്റെ എത്ര ടൈപ്പ് ഓഫ് യൂറിനറി കൽക്കലി ഉണ്ടെന്ന് പറഞ്ഞു. കാൽസ്യം ഓക്സലേറ്റ്, ഫോസ്ഫേറ്റ്, യൂറിക് ആസിഡ്, സ്ട്രൂവൈറ്റ്, ദെൻ സിസ്റ്റീന്, സാന്റീൻ. അപ്പൊ സാന്റീൻ റെയർ ആണ് നമ്മൾ പറഞ്ഞു. അപ്പൊ നമുക്കൊരു സ്റ്റോൺ വന്നാൽ ഭയങ്കര പെയിൻ ആയിരിക്കും വരുന്നത്. ഡിസ്യൂറിയ ഉണ്ടാവും, ഹെമച്ചൂറിയ ഉണ്ടാവും, നോസിയ, വോമിറ്റിങ്, യൂറ്റി ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവും. പിന്നെ ഇത് എത്ര ടൈപ്പ് കാൽക്കുലി ഉണ്ടെന്നുള്ളത് അതിന്റെ കളറുമാണ് പഠിക്കണമെന്ന് പറഞ്ഞത്. അത് നിങ്ങൾ വായിച്ച് നന്നായിട്ട് പഠിക്കണം. പിന്നെ ഇതിന്റെ ടൈപ്പ് ഓഫ് കെമിക്കൽ കോമ്പോസിഷൻ കൊടുത്തിട്ടുണ്ട്, അത് പഠിക്കണം. ഇനി നമുക്ക് അതിനകത്ത് എടുക്കുന്നത് എന്താണ് ഒരു സ്റ്റോണിനെ അനാലിസിസ് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്ന്. ഫിസിക്കൽ നമ്മൾ പറഞ്ഞു, ഹാർഡ്നെസിന്റെ കാര്യം പറഞ്ഞു. പിന്നെ കെമിക്കൽ എക്സാമിനേഷൻ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ടെന്ന് പറഞ്ഞു. മൈക്രോസ്കോപ്പിയിൽ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ള പടമാണ് നമ്മളിപ്പോൾ വരച്ചത്. ഇതായിരിക്കും നമ്മൾ ഒരു പോർഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ സ്റ്റോൺ കിട്ടിയാൽ നമ്മൾ ചുമ്മാ എടുത്ത് മൈക്രോസ്കോപ്പി ആ വലിയ കല്ലെടുത്ത് വെച്ച് നോക്കാൻ പറ്റത്തില്ല. അതിനെ നമ്മൾ സ്മോൾ പോർഷനായിട്ട് പൗഡർ ചെയ്യും. ആ പൗഡർ ഫോം എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മൈക്രോസ്കോപ്പി വെച്ച് നോക്കുന്നത്. ഒരിക്കലും സ്റ്റോൺ ആസൈസ് അതുപോലെയല്ല നോക്കുന്നത്. മോഡേൺ ടെക്നിക്കിൽ നമ്മൾ FTR സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയും, FTIR സ്പെക്ട്രോസ്കോപ്പി ഉണ്ട്, എക്സ്റേ ഡിഫ്രാക്ഷൻ ഉണ്ട്, XRD, പിന്നെ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി, SEM, ദെൻ എനർജി ഡിസ്പെൻസീവ് എക്സ്റേ, EDX. അപ്പൊ ഇങ്ങനെ കുറെ പേരുകളുണ്ട്. നമുക്ക് നാളെ വിശദമായിട്ട് പറയാം. ബിലിയറി കാൽക്കുലയും ഇതും കൂടെ നമുക്ക് നാളെ പറയാം കേട്ടോ. അപ്പൊ ഇത് ചെറിയ ടോപ്പിക്കാണ്, നിങ്ങൾക്ക് ഇത് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. അപ്പൊ നന്നായിട്ട് വൃത്തിക്ക് പഠിക്കുക. നാളെ നമുക്ക് ബിലിയറിയും ഇതിന്റെ ബാക്കി ടെക്നിക്കൂടെ മോഡേൺ ടെക്നിക്കിന്റെ പേരൂടെ പഠിക്കാം. ഓക്കെ ആണോ? മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? എല്ലാം മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ഓക്കെ പറഞ്ഞോ, നമുക്ക് നാളെ കാണാം. ചെറിയ ടോപ്പിക്കാണ്, ഞാൻ വളരെ സ്പീഡിൽ പറഞ്ഞു പോയത് കേട്ടോ. പാർവതി റെക്കോർഡിങ്സ് കേട്ടോ? ഇടയ്ക്ക് കുറച്ച് സ്കിപ്പായി പോയെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ നാളെ കാണാം. പഠിക്കണം കേട്ടോ. ഉഴപ്പിയെ